എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഈ ആങ്സൈറ്റിയും പാനിക് ഡിസോർഡറും അല്ലെങ്കിൽ ആങ്സൈറ്റി അറ്റാക്കും പാനിക് ഡിസോർഡറും എല്ലാം ഈ സിംറ്റംസ് എല്ലാം സൈക്ലിക് ആണ് എന്ന് ഞാൻ എൻ്റെ ഒരുപാട് വീഡിയോസിൽ പറയാറുണ്ട്. എന്താണ് ഈ സൈക്ലിക്, അതായത് ചാക്രിക പ്രക്രിയയാണ് എന്ന് ഞാൻ പൊതുവെ എല്ലാ വീഡിയോസിലും പറയാറുണ്ട്. എന്താണ് ഈ ചാക്രിക പ്രക്രിയ? ചാക്രിക പ്രക്രിയ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് നിന്നും തുടങ്ങി അവിടെ തന്നെ തിരിച്ചു വന്ന് അവസാനിക്കുന്ന ഒരു പ്രക്രിയ എന്നാണ് ഈ ചാക്രിക പ്രക്രിയയെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്. എന്താണ് സംഭവിക്കുന്നത്? ഒരാൾക്ക് ആങ്സൈറ്റി അല്ലെങ്കിൽ ആങ്സൈറ്റി അറ്റാക്ക് വരണമെന്നുണ്ടെങ്കിൽ, പാനിക് അറ്റാക്ക് വരണമെന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും അടിസ്ഥാനമായ ഘടകം സ്ട്രെസ് ആണ്. കുറെ ദിവസമായി, കുറെ കാലമായി അദ്ദേഹം അനുഭവിക്കുന്ന മാനസിക സംഘർഷവും മാനസിക സമ്മർദ്ദവും അവരുടെ മനസ്സിൽ അക്യുമുലേറ്റ് ആവുന്നു. അതായത് കൂട്ടി കൂട്ടി വയ്ക്കപ്പെടുന്നു എന്നർത്ഥം. അതായത് അതവിടെ കൂടുതൽ ദിവസം നമ്മൾ ലോഡ്ജ് ചെയ്യുന്നു. അവയെ മാനസിക സമ്മർദ്ദം ഒന്നിനു മേലെ ഒന്നായി ഒരാളുടെ മനസ്സിനകത്ത് അടുക്കി വയ്ക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് കരുതുക. അവിടെ നിന്നും രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഈ പറയുന്ന സ്ട്രെസ്സിനെയും ആങ്സൈറ്റിയെയും അക്കോമഡേറ്റ് ചെയ്യാൻ, അതിനെ ഉൾക്കൊള്ളാൻ കഴിയാതെ വരുമ്പോൾ ഇതിനെ നമ്മുടെ അമിഗ്ഡല എന്ന് പറയുന്ന നമ്മുടെ ഒരു അവയവമുണ്ട്, അമിഗ്ഡല. അത് ഇതിനെ ഒരു ത്രെട്ടായി, ഒരു പേടിപ്പിക്കുന്ന സാഹചര്യമായി, മനസ്സിനെ മതിക്കുന്ന ഒരു പേടിയായി കൺവേർട്ട് ചെയ്യുന്നു. അതിനെ അങ്ങനെ കാണാൻ അത് തുടങ്ങുന്നു എന്നർത്ഥം. അതായത് നമ്മുടെ മനസ്സിൽ അക്യുമുലേറ്റ് ചെയ്തിരിക്കുന്ന, കൂട്ടി വെച്ചിരിക്കുന്ന ഈ ടെൻഷനും ആങ്സൈറ്റിയും മാനസിക സമ്മർദ്ദവും എല്ലാം കുറച്ച് ദിവസം അതേപോലെ നിൽക്കുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അല്ലെങ്കിൽ അമിഗ്ഡല എന്ന് പറയാം, അത് പിന്നീട് അതിനെ കാണുന്നത് ഒരു പേടിപ്പിക്കുന്ന ഒരു സംഭവം. ഈ ചിന്തകളെല്ലാം എനിക്ക് പേടി ഉണ്ടാക്കുന്നു എന്നുള്ള രീതിയിൽ അത് കാണാൻ തുടങ്ങുകയാണ്. ഈ അമിഗ്ഡല അതിനൊരു പേടിയാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അതൊരു ഫൈറ്റ് ആൻഡ് ഫ്ലൈറ്റ് സിൻഡ്രോമായി മാറുന്നു. ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് സിൻഡ്രോം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഫൈറ്റ് ചെയ്യുക, അതല്ലെങ്കിൽ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുക എന്നുള്ള സാഹചര്യം വരുന്നു. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ശാരീരിക ലക്ഷണങ്ങളും ഈ വ്യക്തിക്ക് ഉണ്ടാവുന്നു. ആങ്സൈറ്റി ലക്ഷണങ്ങൾ ലൈക്ക് ഹാർട്ട് ബീറ്റ് കൂടുക, ശ്വാസകോശത്തിന്റെ ഗതി വർദ്ധിക്കുക, കൈകാലുകൾ വിറയ്ക്കുക, നമുക്ക് വിയർക്കുക, അങ്ങനെയുള്ള ശാരീരിക ലക്ഷണങ്ങളെല്ലാം നമുക്ക് ഉണ്ടാവുന്നു. അത് അടുത്ത സ്റ്റെപ്പ്, ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് സിൻഡ്രോമിന്റെ സ്റ്റെപ്പായി അത് മാറുന്നു. നമ്മൾ ശാരീരിക ലക്ഷണങ്ങൾ അനുഭവിക്കാൻ തുടങ്ങുന്നു. പക്ഷേ ഈ ശാരീരിക ലക്ഷണങ്ങൾ വരുമ്പോൾ നമ്മൾ കാണുന്നത് നമ്മുടെ ചുറ്റും പേടിക്കത്തക്ക രീതിയിൽ ഒന്നും ഇല്ലല്ലോ എന്നുള്ള നമുക്കൊരു ബോധമുണ്ട്. പിന്നെ എന്തിനാ ഇങ്ങനെ സംഭവിക്കുന്നത്? ചുറ്റും പേടിക്കുന്ന തരത്തിലുള്ള സാഹചര്യം ഒന്നുമില്ല, പിന്നെ എന്തിന് ഈ ശാരീരിക ലക്ഷണങ്ങൾ വന്നു എന്ന് ആ ശാരീരിക ലക്ഷണങ്ങൾ വന്നതിനെ നിങ്ങൾ പേടിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ ശാരീരിക ലക്ഷണങ്ങൾ വന്നതിനെ നിങ്ങൾ പേടിക്കാൻ തുടങ്ങുമ്പോൾ സ്വാഭാവികമായും കൂടുതൽ നമ്മുടെ അമിഗ്ഡല നമ്മുടെ ഈ പേടിയെ കൂടുതൽ ഉൾക്കൊള്ളുകയും കാര്യമായി എന്തോ സംഭവിക്കുന്നുണ്ട് എന്നുള്ള പേടിയിൽ കൂടുതൽ ഈ പറയുന്ന ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് ഹോർമോൺസിനെ വീണ്ടും ശരീരത്തിലേക്ക് കടത്തിവിടുകയും ചെയ്യുന്നു. അങ്ങനെ വീണ്ടും, അതായത് നമ്മൾ ആദ്യം സിംറ്റം വന്നപ്പോൾ ആ സിംറ്റംസിനെ കണ്ട് നമ്മൾ പേടിച്ചു, ആ പേടിച്ചത് കൊണ്ട് നമുക്ക് വീണ്ടും സിംറ്റംസ് കൂടി, ആ സിംറ്റം കൂടുമ്പോൾ നമ്മൾ വീണ്ടും പേടിക്കുന്നു. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ കൂടുതൽ പേടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ചെല്ലുന്നു. അങ്ങനെ വീണ്ടും പേടിക്കുമ്പോൾ വീണ്ടും ഈ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് ഹോർമോൺസ് ഉത്തേജിപ്പിക്കപ്പെടുന്നു, നമ്മുടെ ശരീരത്തിലേക്ക് റിലീസ് ചെയ്യപ്പെടുന്നു. അങ്ങനെ വീണ്ടും പേടിക്കുന്നു, വീണ്ടും നമ്മൾ ആങ്സൈറ്റി ഡിസോർഡറിന്റെ ഈ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് സിൻഡ്രോമിന്റെ ഹോർമോൺസ് നമ്മുടെ ശരീരത്തിലേക്ക് ഉത്തേജിപ്പിക്കുകയും ചെയ്യപ്പെടുമ്പോൾ നമുക്ക് പാനിക് അറ്റാക്ക് ഉണ്ടാകുന്നു. ഈ പാനിക് അറ്റാക്ക് ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം ഈ പറയുന്ന ഹാർട്ട് ബീറ്റ് വല്ലാതെ കൂടുകയും, അതായത് പേടി ഇൻക്രീസ്ഡ് പേടി, കൂടിയ പേടി എന്നുള്ള അവസ്ഥയിൽ ഹാർട്ട് ബീറ്റ് വല്ലാതെ കൂടുന്നു, ശ്വാസകോശത്തിന്റെ ഗതി വല്ലാതെ വർദ്ധിക്കുന്നു, നമ്മുടെ ശരീരം ആസകലം വിറയ്ക്കുകയും വിയർക്കുകയും ഡീപേഴ്സണലൈസേഷനും ഡീറിയലൈസേഷനും എല്ലാം സംഭവിക്കുന്നു. നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല, നമ്മൾ ആകപ്പാടെ പരവശരാകുന്നു. ആ പാനിക് അറ്റാക്ക് ഒരു 4, 5, 6 നിമിഷം കഴിയുമ്പോൾ സബ്സൈഡ് ആവുന്നു. ഒരു പക്ഷേ ഹോസ്പിറ്റലിൽ പോയതിനു ശേഷമാവും സബ്സൈഡ് ആവുക. പക്ഷെ ഇതിന് കൃത്യമായ കാരണം നമ്മുടെ മനസ്സിലില്ലാത്തത് കൊണ്ട് അതൊരു മാനസിക സമ്മർദ്ദമായി വീണ്ടും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ കൂട്ടിവെക്കപ്പെടുന്നു. അപ്പോൾ ഇതിനു മുമ്പ് കൂട്ടിവെക്കപ്പെടുന്ന ആ സിംറ്റംസ് എല്ലാം അവിടെ ഉള്ള പോലെ അടുത്തൊരു പാനിക് അറ്റാക്കിന്റെ സിംറ്റവും അതിന്റെ മണ്ടയ്ക്ക് കൂട്ടിവെക്കപ്പെടുന്നു, ആഡ് ചെയ്യപ്പെടുന്നു. അത് പിന്നെയും പേടിയായി മാറുന്നു. അങ്ങനെയാണ് ഈ സൈക്കിൾ കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ ഈ സൈക്ലിക് പ്രക്രിയയിൽ എവിടെയെങ്കിലും ഒരു ബ്രേക്ക് വന്നാലേ നമുക്കിനി പാനിക് അറ്റാക്ക് വരുന്നതിൽ നിന്നും അവോയ്ഡ് ചെയ്യാൻ കഴിയും.
അപ്പൊ ബ്രേക്ക് വരേണ്ടത് എവിടെയാണ്? പേടിക്കുമ്പോഴാണ് ഈ സിംറ്റംസ് വരുന്നത്. നമുക്കറിയാം, പേടിയാണ് ഒഴിവാക്കേണ്ടത്. ഈ സിംറ്റംസ് വരുന്നല്ലോ എന്നുള്ള പേടി. ആ വിഷയത്തിൽ ഞാൻ ധാരാളം വീഡിയോസ് മറ്റു വിഷയങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനിയും ഞാൻ ഇതേപോലെയുള്ള വീഡിയോകൾ ഞാൻ ചെയ്യും. നിങ്ങൾ ആ വീഡിയോകളും കാണുക. ഇതുപോലെയുള്ള ഉപകാരപ്രദമായ മാനസികാരോഗ്യ വിഷയങ്ങളിൽ കൂടുതൽ വീഡിയോകൾ നിങ്ങൾക്ക് കാണണമെന്നും ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. അതേപോലെ തന്നെ ഇതിൽ നോട്ടിഫിക്കേഷൻ താങ്കൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ബെൽ ബട്ടൺ അമർത്തുവാനും മറക്കരുത്. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് എഴുതി ചോദിക്കാം. നിങ്ങളുടെ സംശയങ്ങൾക്ക് എന്നാലാവുന്ന രീതിയിൽ ഞാൻ മറുപടി പറയുവാൻ സന്നദ്ധനാണ്. എൻ്റെ ഈ വീഡിയോ കണ്ടതിൽ എല്ലാവർക്കും നന്ദി. നമസ്കാരം.